ഹായ്, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ 10th മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഇപ്പോൾ സ്റ്റേറ്റിലായിക്കോട്ടെ CBSE-യിലായിക്കോട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്കാദമിക് ഇയർ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ആരായി തീരണം, ഫ്യൂച്ചറിൽ എവിടേക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചുറ്റുപാട് നിന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ അനുസരിച്ച് നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമുക്കറിയാം ഇപ്പോൾ എൻട്രൻസ് എക്സാമുകളുടെ കാലമാണ്. അതിൽ തന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ഇതൊന്നും അല്ലാതെ തന്നെ ഒരുപാട് പ്രൊഫഷൻ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് ഫീൽഡുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ എത്തിച്ചേരാനായിട്ട് ഇന്നത്തെ ഒരു കാലത്ത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഈ എക്സാമുകൾ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കറിയാം ഒരുപാട് ഇൻ്റർവ്യൂസും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ക്രാക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു കാലത്ത് നമ്മളും നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതും വളരെ കുഞ്ഞു നാളിൽ തന്നെ. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഈ ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡ് എക്സാമുകളാണ് വരുന്നത്. അതൊക്കെ നമുക്ക് സെറ്റാക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നമ്മൾ +1 +2 അല്ലെങ്കിൽ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ വരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്ലാസ് 10ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, കോമ്പറ്റേറ്റീവ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് തന്നെ നമ്മുടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ ഡെലിവർ ചെയ്യുന്നുണ്ടാവുക. വീക്ക്ലി നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് വീക്ക്ലി എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും ഈ പറയുന്ന എക്സാക്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പാറ്റേണിലായിരിക്കും നമ്മൾ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് റിപ്പീറ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ കസിൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ അല്ലേ, അവരുടെ ഒക്കെ അടുത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാച്ചിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റായിട്ട് പഠിക്കാം. അപ്പോൾ അസ്ത്ര ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കിത് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് ഫാൽക്കൺ ബാച്ചിൽ പഠിക്കാം. അപ്പോൾ ബൈ.